സാധനമാണ്. അപ്പൊ ഇത് റൺ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 2 ലൈൻ കോഡ് ഇവിടെ വരും. ഓക്കെ, ബേസിക്കലി നിങ്ങളുടെ പൈത്തൺ ബോട്ട് ആക്റ്റീവായി. ഇനി ഇത് ഡിസ്കോഡിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ auth2 എന്ന് പറഞ്ഞിട്ട് ഈ സെക്ഷനിൽ പോവാം. ഇവിടെ നിങ്ങൾ വന്നിട്ട് ഈ ബോട്ടിന്റെ സ്കോപ്പ് ചൂസ് ചെയ്യാം. ഇവിടെ വീണ്ടും സെൻഡ് മെസ്സേജസ്, മാനേജ് മെസ്സേജസ്, റീഡ് മെസ്സേജ് ഹിസ്റ്ററി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു URL ജനറേറ്റ് ചെയ്യും. ഇത് കോപ്പി ചെയ്യാം, ഇത് പേസ്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളോട് ഡിസ്കോഡിന്റെ സെർവർ ചൂസ് ചെയ്യാൻ പറയും. ഇപ്പം ഇതെന്റെ ഒരു ഡിസ്കോഡ് സെർവർ ആണ്. ഞാനത് കണ്ടിന്യൂ കൊടുത്തു. അപ്പൊ ഇത് ഓതറൈസ് ചെയ്യാൻ പറയും. നമ്മുടെ ഇൻസ്റ്റലേഷൻ സക്സസ് ആയി. ഇനി ഞാനിവിടെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ബോട്ടിന്റെ പേര് ഹലോ വേൾഡ് എന്നാണ്. അതെന്റെ എന്താ പറയാ ചാനലിൽ വന്നു. ഞാൻ ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരു കമാൻഡേ ഉള്ളൂ, ഹലോ എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡേ ഉള്ളൂ. ഞാനിവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ഇട്ടുണ്ട്. ബ്രേക്ക് പോയിന്റ് എന്താണെന്നറിയോ? നമ്മൾ ഡീബഗ് ചെയ്യുമ്പം ബ്രേക്ക് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ ഡീബഗർ അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യും. ഞാൻ എക്സാമ്പിൾ കാണിച്ചുതരാം. ഹലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കമാൻഡ് കൊടുക്കാണ്. അപ്പൊ എന്റെ ബ്രേക്ക് പോയിന്റ് ഇവിടെ ഒന്ന് ഹിറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഡിഫറെന്റ് വേരിയബിൾസ് ഇതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും. ഇതിപ്പോ ഞാൻ കണ്ടിന്യൂ കൊടുക്കാണ്. അപ്പൊ നമ്മുടെ ബോട്ട് ഇവിടെ ഹലോ വേൾഡ് എന്ന് പ്രിന്റ് ചെയ്തു. നമ്മുടെ ഫസ്റ്റ് ഇനിഷ്യൽ ബോട്ട് അപ്പ് ആൻഡ് റണ്ണിങ് ആയി. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ഈ പ്രോഗ്രാം ഇപ്പൊ നമ്മൾ റൺ ചെയ്ത് നിർത്തിയിരിക്കുകയാണോ? അതെ, ഇവിടെ റണ്ണിങ് ആണ്. റണ്ണിങ് ആണ്. അപ്പൊ നമ്മള് ലൈവ് ഇതിലേക്ക് പോകുമ്പോ എങ്ങനെയായിരിക്കും അത് സെറ്റ് ചെയ്യുന്നത്? ഡിപ്ലോയ്മെന്റ് ആണോ ഉദ്ദേശിച്ചത്? ഡിപ്ലോയ്മെന്റിലേക്ക് ഞാൻ വരാം. ഡിപ്ലോയ്മെന്റ് ഞാൻ ഒരു എന്താ പറയാ വെരി ബേസിക് ഡിപ്ലോയ്മെന്റ് ഞാൻ കവർ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഓക്കെ, ഇതിപ്പോ ഡീബഗിന് വേണ്ടിയിട്ട്. ചിലവര് കുറച്ച് സ്ലോ ആയിട്ട് ടൈപ്പ് ചെയ്യാൻ പറയുന്നുണ്ട്, ഒന്ന് നോക്കണേ. ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഏതെങ്കിലും ക്ലിയർ ആയില്ലെങ്കിൽ എനിക്ക് ചാറ്റ് ശ്രദ്ധിക്കാൻ പറ്റില്ല, അത് കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. ഇതാണ് എന്താ പറയാ ഫസ്റ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാൻ സ്റ്റെപ്സ്. ഞാനിപ്പോ ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇത് ക്രിയേറ്റ് ചെയ്തു. ഈ VS കോഡില് ഹലോ വേൾഡ് ഡയറക്റ്റ് ഓപ്പൺ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനൊരു പൈത്തൺ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തു. അത് ഓപ്ഷണൽ ആണ്, ഇറ്റ് ഈസ് ബെസ്റ്റ് പ്രാക്ടീസ്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് pip ഇൻസ്റ്റാൾ ഡിസ്കോഡ് പൈ. ഇത് അഗെയിൻ അത് മാൻഡേറ്ററി ഒന്നും അല്ല, പക്ഷെ എന്താ പറയാ റിക്വയർമെന്റ്സ് ഡോട്ട് ടെക്സ്റ്റ് നമുക്ക് ഡിപ്ലോയ് ചെയ്യുമ്പം നമുക്ക് എപ്പോഴും റിക്വയർമെന്റ് ഡോട്ട് ടെക്സ്റ്റ് ആണ് നല്ല അപ്രോച്ച്. അത് കാരണം ഞാൻ അത് യൂസ് ചെയ്യുന്നുള്ളൂ. pip ഇൻസ്റ്റാൾ വെച്ചിട്ട് ചെയ്താലും ഇറ്റ് ഈസ് ഓൾസോ ഗുഡ്. ഇതാണ് ബേസിക് ഡിസ്കോഡ് ബോട്ടിന്റെ കോഡ്. ഇതിൻ്റെ അകത്ത് ഞാൻ OS വെച്ചിട്ട് എൻവയോൺമെന്റ് മീൻസ് എന്റെ മെഷീന്റെ എൻവയോൺമെന്റ് വേരിയബിളിൽ നിന്നാണ് ഇത് ഞാൻ റീഡ് ചെയ്യണത്. .env ഫയലിൽ നിന്നല്ല. ഈ കോഡ് നോക്കി കഴിഞ്ഞാൽ ഞാൻ അത് env ഫയലിൽ നിന്നാണ് ലോഡ് ചെയ്യണത്.
ഈ ഒരു മെത്തേഡ് വിളിച്ചിട്ട് ഞാൻ എൻ്റെ env ഫയലിൽ നിന്നാണ് അത് ഞാൻ ലോഡ് ചെയ്യണം. Any specific questions? ഇതാണ് പൈത്തൺ ഡോട്ട് ബോട്ട് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് വരും. അതെന്നിട്ട് ഡിപ്ലോയ് ചെയ്യാൻ O2ൽ പോവാം, ബോട്ട് സ്കോപ്പ് ജനറേറ്റ് ചെയ്യുക, പെർമിഷൻസ് ചൂസ് ചെയ്യുക, ജനറേറ്റർ DORൽ കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യാം. ഡിസ്കോഡ് ബോട്ടിന്റെ മീൻസ് സെർവർ ചൂസ് ചെയ്തിട്ട് ഓതറൈസ് ചെയ്യാം. Okay. Any questions? Please feel free to ask. ആ പൈത്തൺ കോഡ് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? Okay. Basically, ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഈ എൻവയോൺമെന്റ് ഫയല് റീഡ് ചെയ്യാനുള്ളതാണ്. എൻവയോൺമെന്റ് ഫയലിൽ നിന്ന് ഈ ഡിസ്കോഡ് ബോട്ട് ടോക്കൺ ഇവിടെ കണ്ടോ, ഇവിടെ ഒരു കീ വാല്യൂ പെയർ ഉണ്ട്. സ്റ്റോപ്പ് ചെയ്യാം. ഇവിടെ ഒരു കീ വാല്യൂ പെയർ ഉണ്ട്. ഈ ഡിസ്കോഡിന്റെ ബോട്ട് ടോക്കൺ ഇവിടുന്ന് എടുത്ത വാല്യൂ ഇവിടുന്ന് ജനറേറ്റ് ചെയ്ത ടോക്കൺ ആണ്, അതിന്റെ വാല്യൂ ആണിത്. ഇത് .env എന്ന് പറഞ്ഞിട്ടൊരു ഫയലിൽ ഇത് ഞാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് ലോഡ് ചെയ്യണതാണ് ഈ രണ്ട് ലൈൻ കോഡ്. പിന്നെ ഇതൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഡിസ്കോഡ് ബോട്ടിന്റെ കോൺഫിഗറേഷൻ ആണ്. ഈ ഇത്രയും ഈ ഇവന്റ് ബേസിക്കലി നമ്മള് ഇപ്പം ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനെ ലോഗ്ഡ് ഇൻ ആസ് ഹലോ വേൾഡ്, ആ ബോട്ടിന്റെ ID, ആ ബോട്ട് യൂസർ ഏതാണ് അതാണ് ഈ ഓൺ റെഡി എന്ന് പറഞ്ഞ ഇവന്റ്. ബോട്ട് റെഡി ആകുമ്പോൾ അത് എന്താ പറയാ, ഡിസ്കോഡ് സെർവർ ഈ ഇവന്റിനെ ട്രിഗർ ചെയ്യും. കമാൻഡ് ആണ് നമ്മള് എന്താ പറയാ, ബോട്ടുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള വേസ് ആണ് കമാൻഡ്സ്. അതിനെല്ലാം ഇങ്ങനെ ആട്രിബ്യൂട്ട് ആണ് ചെയ്യുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഈ കോണ്ടെക്സ്റ്റ് .env ഫയലിലല്ലാതെ നമുക്ക് ഡയറക്റ്റ്ലി ഈ ടോക്കൺ കൊടുക്കാൻ പറ്റുമോ? അത് പറ്റും. പക്ഷെ അതിൻ്റെ അകത്തുള്ളൊരു കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് അതൊരു റെക്കമെൻഡഡ് പ്രാക്ടീസ് അല്ല. നമുക്ക് ഈ എന്താ പറയാ, ഇവിടെ ഇട്ടിരിക്കുന്ന ഈ ഫയല്, ഈ കോഡ് എനിക്ക് ഇവിടെ ഡയറക്റ്റ് കൊടുക്കാൻ പറ്റും. പക്ഷെ അതിൻ്റെ അകത്തുള്ള കുഴപ്പം എന്താ വെച്ചാൽ ഈ ടോക്കൺ ഒരു സീക്രട്ട് വാല്യൂ ആണ്. ഈ ടോക്കൺ ഉണ്ടെങ്കിൽ ആർക്കും ഒരു ബോട്ട് ബിൽഡ് ചെയ്തിട്ട് ഈ ടോക്കൺ വാല്യൂ കൊടുത്തിട്ട് നമ്മളുടെ ബോട്ടാന്ന് പറഞ്ഞിട്ട് സെർവറിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇന്ററാക്ട് മീൻസ് അതൊരു എന്താ പറയാ, ടോക്കൺ ഒരു സീക്രട്ട് വാല്യൂ ആണ്. അതൊരിക്കലും നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ പാടില്ല. അത് ഒരു കോൺഫിഗറേഷൻ വാല്യൂ ആണ്. ഇപ്പൊ നിങ്ങൾ ഡിപ്ലോയ് ചെയ്യണ സമയത്ത് നിങ്ങൾ എന്താ പറയാ, സീക്രട്സ് സ്റ്റോർ ചെയ്യാൻ ഇപ്പം അഷോറിലാണെങ്കിൽ അഷോർ കീ വോൾട്ടിലോ AWSല് സീക്രട്ട് സ്റ്റോർ ചെയ്യണ എവിടെയാന്ന് എനിക്ക് അറിയില്ല. അത് നമ്മൾ കോഡില് ഒരിക്കലും ഇങ്ങനെയുള്ള സീക്രട്സ് ഇടാൻ പാടില്ല. അപ്പം ഇപ്പൊ ഈ ടോക്കൺ വേറൊരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് ഈ പറഞ്ഞ ബോട്ടായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റും. അതൊരു റിസ്ക് ആണ്. അത് കാരണം ഇതെപ്പോഴും സീക്രട്ട് ആയിരിക്കണം. അത് കാരണം ഈ env ഫയൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ കോഡ് ഗിറ്റ്ഹബിലുണ്ട്. പക്ഷെ ഈ കോഡ് ഗിറ്റ്ഹബിലുണ്ട്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ ആ env ഫയല് ഇവിടെ ഉണ്ടാവില്ല. അത് എൻ്റെ ഗിറ്റ് ഇഗ്നോറിലായിരിക്കും. അപ്പം ഈ കോഡ് ഞാൻ കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാലും ഗിറ്റ്ഹബിൽ ആ ടോക്കൺ വരില്ല. പക്ഷെ നമ്മൾ കോഡിൽ എഴുതുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ഞാൻ ഹാർഡ് കോഡ് ചെയ്യാണ്, ആ ടോക്കൺ ഹാർഡ് കോഡ് ചെയ്യുകയാണെങ്കിൽ ഉള്ള കുഴപ്പം
അത് സോഴ്സ് കോഡിന്റെ പാർട്ടായിട്ട് ഗിറ്റ്ഹബിൽ ഉണ്ടാവും. അപ്പൊ ആർക്ക് വേണമെങ്കിൽ അത് ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഓക്കെ. ബേസിക് ബോട്ട് കഴിഞ്ഞല്ലോ. ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് പോവാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഞാൻ അതിൻ്റെ അകത്ത് കൂടുതൽ കമാൻഡ്സ് ആഡ് ചെയ്യാൻ, വേറെ ചേഞ്ച് ഒന്നുമില്ല. സാറേ ഈ ബോട്ട് ഏതാ? ടോക്കൺ എന്ന് പറയുന്നത് ഈ ആപ്ലിക്കേഷനിൽ കാണുന്ന പബ്ലിക് കീ ആണോ? പബ്ലിക് അല്ല. ഇത് ഇവിടെ ആപ്ലിക്കേഷൻ ഇവിടെ കണ്ടോ, ഇവിടെ ടോക്കൺ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്. ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ടോക്കൺ എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആണ്. അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ബോട്ട് എന്നുകൊണ്ട് മെനു സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ താഴേക്ക് ഒന്ന് ഇവിടെ ടോക്കൺ ഉണ്ട്. പബ്ലിക് കീ അല്ല. ഈ ആപ്ലിക്കേഷൻ ക്രിയേഷൻ കൂടി ഒന്ന് പറഞ്ഞുതരാമോ? അത് ഡയറക്റ്റ് ആണ്. ഇവിടെ ഇപ്പം ഇതുണ്ടോ, ഡിസ്കോഡ് ഡെവലപ്പേഴ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു പേജിൽ പോവാം. ഇവിടെ ക്രിയേറ്റ് ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക. ഓക്കെ. ഇത് എന്നോട് ചിലപ്പോൾ 2 ഫാക്ടർ ചോദിക്കും. അത് കാരണമാണ് ഞാൻ ടു ഫാക്ടർ ചോദിച്ചത്. ഇത് ക്രിയേറ്റ് ചെയ്തു. ബോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടോക്കൺ ഇല്ല. അപ്പൊ ഞാനിത് റീസെറ്റ് ടോക്കൺ ചെയ്തിട്ട് ഇതന്നെ 2 ഫാക്ടർ ചോദിച്ചു. ഒരു മിനിറ്റ്. ഇവിടെ ടോക്കൺ ജനറേറ്റ് ആയി. ഇത് വൺസ് ഇത് നമ്മൾ കോപ്പി അല്ലെങ്കിൽ ഇത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓക്കെ. ഓക്കെ ഓക്കെ. ക്ലിയർ ആയില്ലേ? യെസ്. Now I am adding 2 more commands. One, echo എന്ന് പറഞ്ഞൊരു കമാൻഡ് ഞാൻ ആഡ് ചെയ്യാം. ബേസിക്കലി എക്കോ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ എന്ത് അങ്ങോട്ട് കമാൻഡ് ടൈപ്പ് ചെയ്താലും അത് തിരിച്ച് ആ വാല്യൂ റെസ്പോണ്ട് ചെയ്യും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നമ്മളുടെ ഹലോ കമാൻഡിൻ്റെ അകത്ത് ഈ ഒരു കോണ്ടെക്സ്റ്റ് മാത്രം ഉണ്ടാകും. പക്ഷെ ഇവിടെ ഞാനൊരു ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പാരാമീറ്റർ ആയിട്ട് ആർഗ്യുമെന്റ് പാസ് ചെയ്യാനുള്ള എന്താ പറയാ മെത്തേഡാണ് ഈ ഇങ്ങനെ. ഇപ്പം ഞങ്ങള് യൂസ് ചെയ്തിരുന്ന സിനാരിയോ, ഞങ്ങളുടെ ഒരു ഓപ്പൺ ഒരു ബോട്ട് ഉണ്ടായിരുന്നു, ഡിസ്കൗണ്ട് ബോട്ട്. അത് ബേസിക്കലി നമ്മൾ യൂസറിനോട് പ്രോംപ്റ്റ്, അതായത് ഇറ്റ് ഈസ് ആൻ ഇമേജ് ജനറേഷൻ. സോ നമ്മൾ പറയും ഓക്കെ നമ്മളുടെ ബോട്ടിൽ ജനറേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടൊരു കമാൻഡ് ഉണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഈ ആർഗ്യുമെന്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് അത് യൂസറിന്റെ പ്രോംപ്റ്റ് ആണ്. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള ഇമേജ് ജനറേറ്റ് ചെയ്ത് റിട്ടേൺ ചെയ്യാം. അത് ആണ് ബേസിക്കലി ആർഗ്യുമെന്റ് നമുക്ക് പാസ് ചെയ്യാം. പിന്നെ നമ്മൾക്കിപ്പം ഒരു ഡിഫറെന്റ് മെത്തേഡ് പേര് ഡിഫറെന്റ് ആയിരിക്കണം, പക്ഷെ നമുക്ക് ആ കമാൻഡിന്റെ പേര് വേറെ വേണം. അങ്ങനെയുള്ള സിനാരിയോയിൽ നമുക്ക് ആ കമാൻഡിന്റെ പേര് ഇവിടെ സ്പെസിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പൊ ഗ്രീറ്റ് 1, അപ്പൊ ഇത് ഗ്രീറ്റ് 1 ആയിട്ട് ആയിരിക്കും അത് യൂസ് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ നമുക്ക് ആ കറന്റ്ലി ഇന്ററാക്ട് ചെയ്യുന്ന യൂസറിനെ നമുക്ക് context.author ഡിസ്പ്ലേ നെയിം എന്ന് പറഞ്ഞിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ബേസിക്കലി ഈ കമാൻഡ് ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കറന്റ്ലി ലോഗ് ചെയ്തിരിക്കുന്ന യൂസറിനെ ആ ടൈം വെച്ചിട്ട് ഗ്രീറ്റ് ചെയ്യും. ഞാനിത് റൺ ചെയ്യാണ്.
എന്നിട്ട് ഞാൻ ഇവിടെ എക്കോ അത് എക്കോയിങ് എന്ന് പറഞ്ഞിട്ട് റെസ്പോണ്ട് ചെയ്തു. ഇനി ഗ്രീറ്റ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുത്തു. അപ്പോൾ അത് റെസ്പോണ്ട് ചെയ്തു ഗുഡ് ഈവനിങ് എന്ന് വിളിച്ചു. ഇതൊക്കെ നോർമൽ പൈത്തൺ കോഡാണ്, വേറെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇതൊന്നുമില്ല. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഇത് ആണ് എറർ ഹാൻഡ്ലിങ്. അതായത് നമ്മളൊരു കമാൻഡ് ഇല്ലാത്തൊരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ കോഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട്, ആ സമയത്ത് നമുക്ക് എന്താ പറയാ യൂസറിനെ റെസ്പോണ്ട് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് ആ എറർ എവിടെയെങ്കിലും ലോഗ് ചെയ്യാം. അതിനുള്ള മെത്തേഡാണ് ഓൺ കമാൻഡ് എറർ. അപ്പൊ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ നമുക്ക് എറർ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരും. ഉദാഹരണം ഞാനിത് വീണ്ടും റൺ ചെയ്യാം. ഇങ്ങനെ ഒരു കമാൻഡ് ഇല്ല. സോ എനിക്ക് എറർ മെത്തേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഒരു കമാൻഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് റെസ്പോൺസ് കിട്ടി. ഓക്കെ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഞാൻ ഇത് ഈ ഗിറ്റ് ഹബ് റെപ്പോയില് ഞാൻ ഡിഫറെന്റ് ബ്രാഞ്ചസ് ആയിട്ട് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയാ എറർ ഹാൻഡ്ലിങ്, ബേസിക് ബോട്ട്, അങ്ങനെ. ഇതിപ്പം ഞാനത് സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കൂടുതൽ കോഡ് അതിൻ്റെ അത് ആഡ് ചെയ്യാം. ഞാൻ കൗണ്ട് ഡൗണിന്റെ ഒരു കമാൻഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അഗൈൻ ഇത് ബേസിക് പൈത്തൺ കോഡാണ്, നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് തോന്നുന്നു. ഇത് ഈ ctx.send context.send മാത്രമേ ഉള്ളൂ ഒരു എന്താ പറയാ ബേസിക് പൈത്തൺ അല്ലാതെ discord.py ആ ലൈബ്രറിയുടെ കോഡ് വരുന്നത്. ബാക്കിയെല്ലാം പൈത്തൺ കോഡാണ്. ഞാൻ കൗണ്ട് ഡൗൺ കമാൻഡ് കൊടുക്കും. അപ്പം കൗണ്ട് ഡൗൺ ടു ന്യൂ ഇയർ 3 days ആ ഒരു വാല്യൂ വരും. എനി ക്വസ്റ്റ്യൻസ്? നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്തോന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി ഇവിടെ മാർക്ക് ഡൗൺ സപ്പോർട്ടഡ് ആണ്. ഇവിടെ ഈ ഇത് കണ്ടോ, ഇവിടെ ബോൾഡായിട്ട് വന്നത് ഈ പറഞ്ഞ വാല്യൂസ് ഇവിടെ ബോൾഡായിട്ടാണ് വന്നത്. ഇത് നോർമൽ ടെക്സ്റ്റും ഇത് ബോൾഡും ആണ്. അത് മാർക്ക് ഡൗൺ സപ്പോർട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇമേജ് അങ്ങനെയുള്ള എന്തെങ്കിലും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് ഡൗൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഒരു സ്കെഡ്യൂളർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് കൗണ്ട് ഡൗണിന് ഇപ്പം നിങ്ങൾ ആ ഒരു കൗണ്ട് ഡൗൺ കമാൻഡ് ചോദിക്കുമ്പം അത് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഓക്കെ എത്ര ഓരോ മിനിറ്റ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഓരോ മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര റിമൈനിങ് ടൈം ഉണ്ടെന്ന് കാണിക്കാം. അതാണ് ഇപ്പം ഞാൻ ചെയ്യണം. അതിനാകെ ഒരു വ്യത്യാസം ഉള്ളത് ഞാനിവിടെ ഈ എന്താ പറയാ എല്ലാ കമാൻഡിലും ഞാനൊരു ഗ്ലോബൽ വേരിയബിൾ ചാനൽ എന്ന് പറഞ്ഞൊരു ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ ചാനല് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ചാനലുമായിട്ടാണ് നമ്മുടെ ബോട്ട് ഇന്ററാക്ട് ചെയ്യണത് ആ വാല്യൂ സ്റ്റോർ ചെയ്യണതാണ്
ഈ ചാനൽ വേരിയബിൾ. അപ്പോൾ കോണ്ടാക്ട്സ് ഡോട്ട് ചാനൽ എന്ന് കൊണ്ട് ഈ വേരിയബിൾ നമുക്ക് കിട്ടും. എന്നിട്ട് ഇവിടെ എന്താ പറയാ, ഞാൻ ആ ചാനൽ വെച്ചിട്ടാണ് ഇവിടെ ഒരു അപ്ഡേറ്റ് കൗണ്ട് ഡൗൺ എന്ന് പറഞ്ഞിട്ട് മെത്തേഡ്. ഈ മെത്തേഡിൽ ഞാൻ സ്കെഡ്യൂൾഡ് കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഈ സ്കെഡ്യൂൾഡ് ഈ അപ്ഡേറ്റ് കൗണ്ട് ഡൗൺ മെത്തേഡ് വിളിക്കും. അത് 60 സെക്കൻഡ് ഇന്റർവെല്ലിൽ ഈ അപ്ഡേറ്റ് കൗണ്ട് ഡൗൺ മെത്തേഡ് വിളിക്കും. അപ്പം ഈ ചാനൽ ഇല്ലെങ്കിൽ ചാനൽ ഈസ് നോട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ചാനൽ ഉണ്ടെങ്കിൽ ആ ചാനലിലേക്ക് ഈ കൗണ്ട് ഡൗൺ മെസ്സേജ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പം റിയൽ ടൈം ആയിട്ട് കൗണ്ട് ഡൗൺ കാണാൻ പറ്റുന്ന വഴി ഉണ്ടാവോ? അതാണ് ഞാൻ ബേസിക്കലി ചെയ്തത്. ഇപ്പം ഞാൻ വീണ്ടും കൗണ്ട് ഡൗൺ വിളിക്കുകയാണ്, കൗണ്ട് ഡൗൺ മെത്തേഡ്. ഇതിപ്പം എന്താ പറയാ, 3 days ഇത് സ്റ്റാറ്റിക് ആണ്. ഇനിയിപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കോഡ് എഴുതിയിട്ടുണ്ട്. അപ്പം എവറി 60 സെക്കൻഡിൽ ഈ മെത്തേഡ് വിളിക്കും, കൗണ്ട് ഡൗൺ മെത്തേഡ് വിളിക്കും. ഞാൻ ഇവിടെ ഇടാം. ഇവിടെ ബ്രേക്ക് പോയിന്റ് ഉണ്ട്. അപ്പം നെക്സ്റ്റ് ടൈം ഇത് വിളിക്കുമ്പോൾ നമുക്ക് ഇവിടെ ബ്രേക്ക് പോയിന്റ് ഹിറ്റ് ചെയ്യും. 60 സെക്കൻഡ് ഉണ്ട്. എനി ക്വസ്റ്റ്യൻസ് ഫീൽ ഫ്രീ ടു ആസ്ക്. ഇൻ ദ സെൻസ് ഇപ്പം നമുക്ക് കൗണ്ട് ഡൗൺ നടക്കുന്നതായിട്ട് കാണിക്കാൻ പറ്റുമോ? ഓരോ സെക്കൻഡും അപ്ഡേറ്റ് ആകുന്നു എന്നുള്ള വിധത്തില്. ലൈക്ക് ഇപ്പൊ ഞാൻ എക്സ്ക്ലമേഷൻ കൗണ്ട് ഡൗൺ ഇട്ട് കൊടുക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അവിടെ റൺ ആയിക്കൊണ്ടേയിരിക്കുന്നു. നമ്മളുടെ കൗണ്ട് ഡൗൺ ഫോണിലാണ്. ഇപ്പൊ കണ്ടോ, ഇതിപ്പം വന്നു, നെക്സ്റ്റ് കൗണ്ട് ഡൗൺ വന്നു. ഇതല്ലേ ഉദ്ദേശിച്ചത്? ഓക്കെ, നമ്മൾ ജസ്റ്റ് സെക്കൻഡ്സ് മാറ്റി കൊടുത്താൽ മതിയാവും. മതി. ഇതിപ്പം ഞാൻ 60 സെക്കൻഡ്സ് 1 മിനിറ്റ് ആണ് ഇട്ടിരിക്കുന്നത്. അത് കുറച്ചിട്ടാ മതി. ഓക്കെ, ഇവിടെ 60 സെക്കൻഡ്സ് ആണ് ഇട്ടിരിക്കുന്നത്. അത് കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇതനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇതിന് ഈ അപ്രോച്ചിന് ഒരു കുഴപ്പമുണ്ട്. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ സ്പാം ചെയ്തുകൊണ്ടിരിക്കും. ലൈക്ക് എവറി മിനിറ്റ് അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൈൻഡ് ഓഫ് സ്പാമിംഗ് ആണ്. അതിന്റെ ഒപ്റ്റിമൈസ്ഡ് വേർഷൻ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഒരെണ്ണം കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒപ്റ്റിമൈസ്ഡ് വേർഷൻ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, മൂന്നാമത്തെ ഓരോ മിനിറ്റിലും വെച്ചിട്ട് ഇത് 12 മിനിറ്റ്സ് 11 മിനിറ്റ്സ് 10 മിനിറ്റ്സ് ഈ ഒരു അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്തുള്ള ഒരു കുഴപ്പം, ലൈക്ക് ഐ മെൻഷൻ, ഇത് എവറി മിനിറ്റ് ഇങ്ങനെ യൂസറിന് പോപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അതിന്റെ ഒപ്റ്റിമൈസ്ഡ് വേർഷൻ ഇത് ഞാൻ സ്റ്റോപ്പ് ചെയ്യാണ്. ഇതിന്റെ ഒപ്റ്റിമൈസേഷൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗണ്ട് ഡൗൺ മെത്തേഡിൽ തന്നെ ഞാൻ ലാസ്റ്റ് മെസ്സേജ് എടുക്കും. ഈ ലാസ്റ്റ് മെസ്സേജിനെ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതുണ്ടോ, കൗണ്ട് ഡൗൺ മെത്തേഡിൽ ലാസ്റ്റ് മെസ്സേജ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് മെസ്സേജിനെ എഡിറ്റ് ചെയ്തിട്ട് പുതിയ മെസ്സേജ് ഞാൻ സെറ്റ് ചെയ്യും. എന്നിട്ട് ന്യൂ ഇയർ ആയി കഴിഞ്ഞാൽ സ്കെഡ്യൂളിൽ ഞാൻ ഷട്ട് ഡൗൺ ചെയ്യും. ഓക്കെ, നമുക്ക് ഒപ്റ്റിമൈസ്ഡ് വേർഷൻ ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഞാൻ വേറൊരു കാര്യം ചെയ്യാം. ഇത് 60 സെക്കൻഡ്സ് എന്നുള്ള മാറ്റിയിട്ട് 20 സെക്കൻഡ്സ് 10 സെക്കൻഡ്സ്. ഇതുണ്ടോ, ഇത് എഡിറ്റഡ് എന്ന് മാറി. ഇത് എവരി 20 സെക്കൻഡ്സിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. 4 hours 8 minutes 34 seconds.
8 minutes 24 seconds. Okay. ഇതാണ്. ഓക്കെ, നമ്മൾ ഡിഫറെൻറ്റ് കമാൻഡ്സ് ആഡ് ചെയ്തു, ഹാൻഡ്ലിങ് ചെയ്തു. ബാക്ക്ഗ്രൗണ്ട് ടാസ്കിന് വേണ്ടിയിട്ട് എ പി സ്കെഡ്യൂളർ എന്ന് പറഞ്ഞിട്ട് ഒരു ലൈബ്രറി വെച്ചിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇത് നോക്കി കഴിഞ്ഞാൽ ഇവിടെ സ്കെഡ്യൂളർ എക്സിക്യൂട്ടീവ് അസിങ്ക് IO സ്കെഡ്യൂളർ, സ്കെഡ്യൂളർ ആഡ് ജോബും സ്റ്റാർട്ട്. അത് ഈ ഒരു മൊമെന്റിൽ ഞാൻ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. ഓക്കെ, എനി ക്വസ്റ്റ്യൻസ്? ഡിപ്ലോയ്മെന്റ് ആണ് അടുത്തത്. ബേസിക്കലി ഡിപ്ലോയ്മെന്റ് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ പല രീതിയിൽ ചെയ്യാം. ഞാനിപ്പം ഒരു കോമൺ ആയിട്ട് ഏത് ക്ലൗഡ് പ്രൊവൈഡറിൽ ഡിപ്ലോയ് ചെയ്യാൻ വേണ്ടിയിട്ടും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഞാനതൊരു ഡോക്കർ ഇമേജ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇത് ഞാനൊരു ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ റൂട്ടിൽ ഡോക്കർ ഫയൽ ഉണ്ട്. ബേസിക്കലി നിങ്ങൾക്ക് അറിയില്ല ഡോക്കർ എന്താന്നൊക്കെ? ഹലോ, ഡോക്കർ ഫയൽ ക്രിയേഷൻ അറിയില്ല. ഓക്കെ. ബേസിക്കലി ഡോക്കർ ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഫയൽ ക്രിയേറ്റ് ചെയ്താൽ മതി. ഈ ഇത് വെച്ചിട്ട് ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടിനെ ഒരു എന്താ പറയാ, ബോട്ടിന്റെ ഒരു കണ്ടെയ്നർ ഇമേജ് ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഈ കണ്ടെയ്നർ ഇമേജ് ഏതെങ്കിലും കണ്ടെയ്നർ രജിസ്ട്രിയിലേക്ക് ഡിപ്ലോയ് ചെയ്തിട്ട് അഷോറിലാണെങ്കിൽ ആപ്പ് സർവീസിൽ നമുക്ക് റൺ ചെയ്യാം, AWSലാണെങ്കിൽ ECSൽ റൺ ചെയ്യാം, അഷോർ കണ്ടെയ്നർ സർവീസിൽ റൺ ചെയ്യാം, എവിടെ വേണമെങ്കിൽ റൺ ചെയ്യാം. ആരോ ഡിപ്ലോയ്മെന്റ് ചോദിച്ചിട്ടില്ലായിരുന്നു. ബേസിക്കലി ഇതാണ് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് എന്താ പറയാ, റൺ ചെയ്യണമെങ്കിലും നമുക്ക് പൈത്തൺ ഡയറക്ട്ലി ഡിപ്ലോയും ചെയ്യാം. അപ്പോൾ ഉള്ളൊരു കുഴപ്പം, നമ്മളുടെ ഇപ്പം അഷോറിലാണെങ്കിൽ ആപ്പ് സർവീസ് ഓൾവേസ് ഓൺ എന്നിട്ടൊരു പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ആ സർവീസ് എപ്പോഴും റൺ ചെയ്യണം. ആ ഒരു ഇത് വെച്ചിട്ട് ആ ഒരു പ്രോപ്പർട്ടി ഓൺ ആക്കി കൊടുക്കണം. ഓക്കെ, സോ നമ്മൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോക്കർ ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇത് ഡോക്കർ ഫയല് ഒരു ബേസ് ഇമേജ് ഉണ്ടാവും. ഞാൻ പൈത്തൺ 3.1.8 സ്ലിം ബുൾസൈ എന്ന് പറഞ്ഞിട്ടൊരു വേർഷനാണ് യൂസ് ചെയ്യുന്നത് ബേസ് ഇമേജ്. അത് കഴിഞ്ഞിട്ട് ഞാൻ requirements.txt/app എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡറിലേക്ക് കോപ്പി ചെയ്തു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വർക്കിംഗ് ഡയറക്ടറി /app ആക്കി. അത് കഴിഞ്ഞിട്ട് pip install requirements.txt. അതായത് എൻ്റെ ബേസിക്കലി ഞാൻ ചെയ്യുന്നത് ഈ requirements.txt-ലുള്ള ഈ എന്താ പറയാ ലൈബ്രറി ഡിപ്പെൻഡൻസീസ് ഞാൻ അവിടെ ഇൻസ്റ്റാൾ ചെയ്യണം ഈ കമാൻഡ്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ബോട്ടിന്റെ കോഡ് എടുത്തിട്ട് ആ /app എന്ന് പറഞ്ഞ ഡയറക്ടറിയിലേക്ക് കോപ്പി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ python.bot.py നമ്മൾ പൈത്തൺ വെച്ചിട്ട് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. ഞാൻ ഡോക്കർ ബിൽഡ് ചെയ്ത് കാണിച്ചത് എൻ്റെ മെഷീനിൽ ഞാൻ ഡോക്കർ ഓൾറെഡി റണ്ണിങ് ആണ്. ഈ ഒരു കമാൻഡ് ഞാൻ കൊടുത്തു. ഇത് ഓൾറെഡി ഞാൻ എൻ്റെ മെഷീനിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത്ര ഫാസ്റ്റ് ആയിട്ട്. നിങ്ങളുടെ മെഷീനിൽ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ മേ ബി കുറച്ച് ടൈം എടുക്കുമായിരിക്കും.
ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ഡോക്ടർ റൺ ഈ എൻ്റെ ബോട്ട് റണ്ണായി, മീൻസ് ഇമേജ് റണ്ണായി. ഡോക്ടർ PS അടിച്ചു കഴിഞ്ഞാൽ അത് റണ്ണിങ് ആണ്. ഡോക്ടർ ലോഗ്സ് ഡിസ്കോഡ് ബോട്ട്, ഡിസ്കോഡ് ബോട്ട് എന്നാണ് എൻ്റെ ഇതിൻ്റെ പേര്. അപ്പം ഇവിടെ അത് റണ്ണിങ് ആയി. ഞാൻ ഡോക്കറിൽ നിന്നാണ് റൺ ചെയ്യണം. എന്നിട്ട് ഞാനിവിടെ വീണ്ടും ഞാൻ ഹലോ കൊടുത്തു കഴിഞ്ഞാൽ ഇതിപ്പോൾ റെസ്പോണ്ട് ആണ് ഡോക്കറിൽ നിന്നാണ്. ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ റൺ ചെയ്യാനുള്ള ഡോക്കർ ബോട്ട് വെച്ചിട്ടാണ് ഇത് റൺ ആവുന്നത്. ഓക്കെ, ഇനി ഈ ഇമേജ് ഞാൻ ഡോക്കർ ഹബിൽ ഇട്ടിട്ടുണ്ട്. hub.docker.com. ഈ ഇമേജ് ഓൾറെഡി ഡോക്കർ ഹബിലുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്കർ ഹബ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാനും പറ്റും. ഡോക്കർ പുള്ളി ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. Any questions? I'm done with my presentation. If there is any questions, let me know. ആ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മുടെ ഡിസ്കോഡിന്റെ API ഒക്കെ ഒന്ന് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ, എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളത്? മനസ്സിലായില്ല. അതായത് സ്പെസിഫിക്കലി ചോദിക്കാമോ? നമ്മൾ ഡിസ്കോഡിൽ ഒരു ആപ്ലിക്കേഷൻ ബോട്ട് എങ്ങനെയാണ് അതിന്റെ, നമ്മളിപ്പോ ടെലിഗ്രാം ബോട്ടിൽ വർക്ക് ചെയ്ത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ടെലിഗ്രാമിന്റെ API ഹാഷ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കുമല്ലോ നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. അങ്ങനെ ഡിസ്കോഡ് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്, അതാണ്. ഓക്കെ, ഞാൻ എന്താ പറയാ, ഡിസ്കോഡില് എയർലെയർ നമുക്ക് ബോട്ട് സ്പെസിഫിക് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പക്ഷെ നമുക്ക് ബൈ ഡിഫോൾട്ട് ആപ്ലിക്കേഷൻസ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എല്ലാ ആപ്ലിക്കേഷൻസിന്റെ കൂടെ ഒരു ബോട്ട് ബൈ ഡിഫോൾട്ട് വരും. സോ നമ്മൾ ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ബോട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് ബോട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. സ്പെസിഫിക്കലി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ബോട്ട് ടോക്കണും കാര്യങ്ങളും ഒക്കെ അല്ലേ, അതൊന്നും എങ്ങനെ എടുക്കാന്ന് കാണിച്ചാൽ മതി. ഓക്കെ, ഇവിടെ കണ്ടോ, ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ബോട്ട് ഉണ്ടെന്ന് വെച്ചു. ഇവിടെ ബോട്ട് എന്ന് കഴിഞ്ഞാൽ ഇവിടെ ടോക്കൺ ബൈ ഡിഫോൾട്ട് വരില്ല, നമ്മൾ റീസെറ്റ് കൊടുക്കണം. ഇതിപ്പോ ഞാൻ 2 ഫാക്ടർ ഡിസ്കോഡിൽ കോൺഫിഗർ ചെയ്തിരിക്കണമെന്നാണ് ഇത് ചോദിക്കുന്നത്. ഇവിടെ കണ്ടോ ടോക്കൺ, ഈ ടോക്കൺ ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അത് ഈ O2 പോയിട്ട് നമ്മള് ഇവിടെ ഈ URL ജനറേറ്റ് ചെയ്തിട്ടാണ്, ഈ URL വെച്ചിട്ടാണ് നമ്മൾ ബോട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ നമ്മളിവിടെ ബോട്ട് ചൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക്
ആവശ്യമുള്ള ബോട്ടിന്റെ പെർമിഷൻസ്, സെൻഡ് മെസ്സേജ്, മാനേജ് മെസ്സേജ്, മെസ്സേജ് ഹിസ്റ്ററി, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ URL കിട്ടും. ഈ URL നമ്മൾ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കോഡ് സെർവർ ചൂസ് ചെയ്യാൻ പറയും. ഇതിപ്പോൾ ഞാൻ സെർവർ ലെവലിലാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. സെർവർ ചൂസ് ചെയ്തു, ഞാൻ ഓതറൈസ് ചെയ്തു. ഇതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ കൗണ്ട് ഡൗൺ ബോട്ടും ആക്റ്റീവായി. ഓക്കെ, ഇങ്ങനെയാണ് ബേസിക് ബോട്ടിന്റെ ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്, ഇൻസ്റ്റാളേഷനും ബാക്കി കാര്യങ്ങൾ. നമ്മൾ discord.txt ഒരു TXT ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ലേ, അതിന്റെ കണ്ടന്റ് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? requirements.txt ആണോ? requirement.txt. ഓക്കെ, റിക്വയർമെന്റ് അല്ല, ഞാൻ എവിടെയോ പ്രോഗ്രാം ഒന്ന് എടുക്കാവോ? അവിടെ ഫ്രം EXT ആണല്ലേ, discord.ext. അപ്പൊ അത് discord.py പറഞ്ഞ ലൈബ്രറിയുടെ നമുക്ക് ഈ കമാൻഡിന് വേണ്ടിയിട്ട് command.bot ഇതൊക്കെ അല്ലേ, ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ലൈബ്രറിയാണ്. ഓക്കെ ഓക്കെ, റെഡി. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതില് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ പ്രിഫിക്സ് കൊടുക്കാം. ഇതിപ്പോ ഞാൻ എക്സ്ക്ലമേഷൻ മാത്രമാണ് ഞാൻ യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മാർക്ക്, ഈക്വൽ ടു, ഇതൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രിഫിക്സ് ആയിട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾ ഡിസ്കോഡിൽ ഇങ്ങനെ എക്സ്ക്ലമേഷന് പകരം നമുക്ക് ഈക്വൽ ടു, ഞാൻ യൂഷ്വലി കണ്ടിരിക്കുന്ന ബോട്ടുകളൊക്കെ ഈക്വൽ ടു ഒക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഈക്വൽ ടു വെച്ചിട്ട് നമുക്കാണെങ്കിൽ പ്രിഫിക്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. പിന്നെ അത്രേ ഉള്ളൂ. ഈ ഡിസ്കോഡ് ബോട്ട് ടോക്കൺ ഇതാണ്, സെക്യൂർ ആയിട്ട് സ്റ്റോർ ചെയ്യേണ്ട സാധനമാണ്. ഡു നോട്ട് എക്സ്പോസ് ഓർ കമ്മിറ്റ് ടു സോഴ്സ് ഗിറ്റ്ഹബ് ഓർ എനിത്തിങ്. നിങ്ങൾക്ക് ഇതിന്റെ സോഴ്സ് കോഡ് ഇവിടെ കിട്ടാം. ഇവിടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ഇത് നിങ്ങൾക്ക് ഈ റെപ്പോ ക്ലോൺ ചെയ്തിട്ട് എങ്ങനെ റൺ ചെയ്യാം അത് പറയുന്നുണ്ട്. ഡോക്കറിൽ എങ്ങനെ റൺ ചെയ്യാം, ഡോക്കർ ഇമേജ് എങ്ങനെ ബിൽഡ് ചെയ്യാം, ഇതെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, ഡിപ്ലോയ് ചെയ്തേക്കുന്നത് ഡോക്കർ ഹബിലാണോ? ഡോക്കർ ഹബിലല്ല, ഡോക്കർ ഹബ് കണ്ടെയ്നർ രജിസ്ട്രിയാണ്. ഞാനിത് ആക്ച്വലി ഡിപ്ലോയ് ചെയ്തിട്ടില്ല. ഡിപ്ലോയ് ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ അഷോർ കണ്ടെയ്നർ രജിസ്ട്രിയിലോ, സോറി അഷോർ കണ്ടെയ്നർ സർവീസിലോ അല്ലെങ്കിൽ ആപ്പ് സർവീസിലോ ട്രൈ ചെയ്യണം. ഞാൻ ഇന്നലെ ഒന്ന് ഹോസ്റ്റ് ചെയ്തു, ഞാനത് റിമൂവ് ചെയ്തു. ബേസിക്കലി സിമ്പിൾ സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ്സാണ്. അതിന് ആകെയുള്ള ഒരു ഇത്, നിങ്ങൾ ഈ ഡിസ്കോഡ് ബോട്ട് ടോക്കൺ എന്താ പറയാ, ഒരു എൻവയോൺമെന്റ് വേരിയബിളിൽ കോൺഫിഗർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ നോക്കട്ടെ. അഷ്യൂറും AWS ഒക്കെ നമുക്ക് ലോഗിൻ ചെയ്യണമെങ്കിൽ ഫ്രീ ടയർ യൂസ് ചെയ്യണമെങ്കിലും ക്രെഡിറ്റ് കാർഡ് കൊടുക്കണ്ടേ? അഷൂറിലും AWSലും ക്രെഡിറ്റ് കാർഡ് കൊടുക്കണം. പക്ഷെ അതൊരു വൺ ടൈം അവർക്ക് നമ്മളുടെ എന്താ പറയാ, നമ്മൾ ആക്ച്വൽ ആയിട്ടുള്ള ഒരു യൂസർ ആണ് എന്ന് വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഒരു 12 months അതിൻ്റെ അകത്തുള്ള സർവീസുകൾ ഫ്രീ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് ചാർജ് തുടങ്ങും. അപ്പൊ ഞാൻ യൂഷ്വലി ചെയ്യാറ് AWSലൊക്കെ 1 month മീൻസ് ഇത് ക്രിയേറ്റ് ചെയ്യും, അതിൻ്റെത് റിമൂവ് ചെയ്യും, സർവീസ് റിമൂവ് ചെയ്യും. പിന്നെ AWSല് എന്താ പറയാ, നമ്മളുടെ ആ 1 year കഴിയാറാകുമ്പം നമ്മളോട് AWSന്റെ മെയിൽ വരും, നിങ്ങളുടെ റിസോഴ്സുകൾ ആവശ്യമുള്ള മീൻസ് റിസോഴ്സുകൾ റിമൂവ് ചെയ്തില്ലെങ്കിൽ അത് ചാർജ് ചെയ്ത് തുടങ്ങുന്നു പറയും. അപ്പം ഞാൻ യൂഷ്വലി ചെയ്യാറെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് അവിടെ പോയിട്ട് ഏതെങ്കിലും റിസോഴ്സ് റണ്ണിങ് ആണെങ്കിൽ അതെല്ലാം റിമൂവ് ചെയ്യും, എന്നിട്ട് ആ അക്കൗണ്ട് ക്ലോസ് ചെയ്യും. എന്നിട്ട് വേറെ
അക്കൗണ്ട് വെച്ചിട്ട് മീൻസ് വേറെ ഇമെയിൽ വെച്ചിട്ട് പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യും. ആക്ച്വലി എൻ്റെ കയ്യിൽ ഇല്ല, ഞാനത് ഡിലീറ്റ് ചെയ്തു. ബേസിക്കലി ഇവിടെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ആപ്പ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും നമ്മളുടെ റെപ്പോസിറ്ററി ഏതാണ്. ആഷുർ ഇപ്പം docker.io ആണ് ഡോക്കർ ഹബിൻ്റെ. നമ്മളിവിടെ ഈ സ്റ്റാർട്ടപ്പ് കമാൻഡിൽ നമ്മൾ ഈ ഒരു ഇത് കൊടുക്കണം, അതേ ഉള്ളൂ വ്യത്യാസം. നമ്മൾ ഈ സ്റ്റാർട്ടപ്പ് കമാൻഡ് അല്ല, സ്റ്റാർട്ടപ്പ് കമാൻഡ് കൊടുക്കണ്ട. ഇവിടെ നമ്മളിത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ്റെ എൻവയോൺമെന്റ് വേരിയബിൾ ഉണ്ട്. ഇവിടെ നമ്മൾ ഡിസ്കോഡ് ബോട്ടിന്റെ ഈ ഒരു വാല്യൂ ഇങ്ങനെ ഒരു കോൺഫിഗറേഷൻ ആയിട്ട് കൊടുക്കണം. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് വർക്ക് ചെയ്തു. ഞാൻ എന്താ പറയാ, ഡെമോ ഞാൻ ഇന്നലെ ആക്ച്വലി ക്രിയേറ്റ് ചെയ്തു, അതെന്റെ റിമൂവ് ചെയ്തു. ഓക്കെ, ഇത്രേ ഉള്ളൂ. അത് സ്ട്രേറ്റ് ഫോർവേഡ് പ്രോസസ് ആണ്. ഓക്കെ, എനി മോർ ക്വസ്റ്റ്യൻസ്? ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെങ്കിൽ ഞാൻ ചാറ്റ് നോക്കാം. Anybody have questions? Hello? PPT ഒന്ന് ഷെയർ ചെയ്ത് തരാൻ പറ്റുമോ? അത് ഷെയർ ചെയ്യാം. ഞാൻ ഇതിലിട്ടേക്കാം, ഗിറ്റിലിട്ടേക്കാം, അതായിരിക്കും എളുപ്പം തോന്നും. Okay. So, വേറെ ആർക്കും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ്? ഓക്കെ, ആരും ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്നില്ല എന്ന് തോന്നുന്നു. സോ ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ വലിയൊരു അപ്പോളജീസ് ആണ്, കാരണം ഈ സെഷൻ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയി. സോ അൻരാജ് ബ്രോ സോറി, അത് എൻ്റെ ഭാഗത്തു നിന്ന് വന്ന മിസ്റ്റേക്ക് ആണ്. ഞാൻ പിന്നെ നമ്മുടെ ഈ ഇത് LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ഹോസ്റ്റ് ചെയ്യുന്ന ഒരു ഇവന്റ് ആയതുകൊണ്ട് അവർ മാനേജ് ചെയ്യുമെന്ന് വിചാരിച്ചു. ബട്ട് അവരുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു. സോ ഇറ്റ്സ് അപ്പോളജൈസ് ഫോർ ദാറ്റ്. ആൻഡ് താങ്ക് യു ഫോർ ടേക്കിംഗ് എ വണ്ടർഫുൾ സെഷൻ ഫോർ എസ്. കുറച്ച് ലേറ്റ് ആയിട്ടാണ് കയറിയത്, എന്നാലും കയറിയത് വെച്ചും ബ്രോ പറഞ്ഞത് വെച്ചിട്ട് ഏകദേശം ഒരു ഡിസ്കോഡ് ബോട്ട് എങ്ങനെ ഡിപ്ലോയ് ചെയ്യാന്നുള്ളത് മനസ്സിലായി. പിന്നെ ഇനി അങ്ങോട്ടൊരു സ്പാർക്ക് കിട്ടിയിട്ടുണ്ട്. ആൻഡ് ബാക്കി ഇനി അങ്ങോട്ട് ഒരു ഡിസ്കോഡ് ബോട്ട് കംപ്ലീറ്റ് ആയിട്ട് കോഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു ഫോർ മല്ലു പ്രോഗ്രാമേഴ്സ് ആൻഡ് അൻരാജ് ബ്രോ ഫോർ ടേക്കിംഗ് ദിസ് വണ്ടർഫുൾ സെഷൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സെഷനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? I would like to convey my vote of thanks to everyone. I hope the session was helpful in clarifying your doubts. First of all, we would like to apologize from our side. Because of some network issues, we became late. So thank you, Anurag sir, for the informative and engaging session.
Your guidance was valuable. We appreciate your time and effort. I would also like you to thank Mallu programmers and the entire team for making Code to Eve a success. I would like to add more about Mallu programmers. They support students to learn, provide mentorship, and you can learn tech for free. They consist of expert developers and CEOs. You can directly take help from them. They are mainly active on FB, and the links are provided in the chat. I would also like to thank each and every one of you for participating and making this workshop a success. Let's keep coding and innovating our way into 2025. Thank you all, and sorry once again.